ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ വേണ്ടി ആഫ്രിക്കയിൽ നിന്ന് വന്ന ടീമാണല്ലേ? അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അനുഭവം? ലോക കേരള സഭയിൽ ഇപ്പോൾ ഞാൻ 3-ാം തവണയാണ് പങ്കെടുക്കുന്നത്. ഓരോ തവണ വരുമ്പോഴും ഈ സഭയുടെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ സഭയിലെ സഭാ നടപടികളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ സഭകളിലൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങൾ അതിനൊരു പൂർണ്ണത കൈവരിക്കുന്നു. ഓരോ പ്രാവശ്യം പോലും അതിൻ്റെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആഫ്രിക്കയുടെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. എൻ്റെ പേര് ഹരീഷ് നായർ. ഞാൻ ബെനിൻ റിപ്പബ്ലിക് എന്ന രാജ്യത്ത് വരുന്നു. ഞാൻ ജെയിംസ് ചെക്കാട്ട്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. നോർക്കായും ഈ സർക്കാരും ചെയ്യുന്ന പ്രവാസികൾക്ക് വേണ്ടിയുള്ള കരുതലുകൾക്ക് നന്ദി, അഭിവാദനങ്ങൾ. ഞാൻ നസീർ ഖാൻ, ഗാനയിൽ നിന്ന് വരുന്നു, ആഫ്രിക്കൻ രാജ്യത്ത്. ഇത് 3-ാമത്തെ ടൈമാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയത്. സന്തോഷമുണ്ട്. ഈ ഗവൺമെൻറ്റിനോടും അതോടൊപ്പം LKSലെ എല്ലാ നമ്മളെ ടീമിനോടും നന്ദിയും രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ സന്ദർഭം. താങ്ക് യു. എൻ്റെ പേര് ഗിരീഷ് ആർ ഉണ്ണിത്താൻ. ഞാൻ ആഫ്രിക്കയിൽ ടോഗോ എന്ന രാജ്യത്ത് നിന്നാണ്. ഈ LKSനെ പറഞ്ഞാൽ ഞാൻ 2-ാമത്തെ തവണയാണ് വരുന്നത്. കഴിഞ്ഞ തവണ വന്നതിന് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നോർക്ക ആയിട്ട് പ്രവർത്തിക്കാൻ വളരെയധികം സാധിച്ചു. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായിരുന്ന പ്രോബ്ലംസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി അവിടെ കുടുങ്ങിപ്പോയി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ഡെസ്കിൽ കൂടി നോർക്ക ഞങ്ങളെയാണ് ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു അസോസിയേഷൻ വേൾഡ് മലയാളി ഫെഡറേഷൻ, അതിൻ്റെ ആഫ്രിക്ക റീജിയൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ എന്ത് ഒരു കാര്യം ആഫ്രിക്കയിൽ വന്നാലും ആദ്യം നോർക്ക വിളിക്കുന്നത് ഞങ്ങളെയാണ്. ഞങ്ങൾക്ക് 53 രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. അതുപോലെ തന്നെ നോർക്ക ID കാർഡുകൾ എടുത്തു കൊടുക്കുന്നതിലും നോർക്ക കെയറിൽ മെമ്പേഴ്സിനെ ചേർക്കുന്നതിലും ഞങ്ങൾക്ക് വളരെയധികം പ്രാതിനിധ്യം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നോർക്കയായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതുപോലെ ഈ LKSൻ്റെ ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ മലയാളി സമൂഹത്തോട് അവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. കൂടുതൽ കോൺടാക്റ്റ് ഗവൺമെൻറ്റുമായിട്ട് നമുക്ക് നേരിട്ട് പറയാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ഈ LKS എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ കേരള സർക്കാർ മലയാള മിഷനുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഏകദേശം 17 രാജ്യങ്ങളിൽ ആഫ്രിക്കയിൽ ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മലയാളം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ വരുന്ന നാളത്തെ ചർച്ചകളിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ഞങ്ങൾ ആഫ്രിക്കക്കാർ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ വേൾഡ് മലയാളി ഫെഡറേഷൻ സംഘടനകളെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പ്രവാസികൾ എല്ലാ പ്രശ്നങ്ങളിലും അവിടെ ഇടപെടും. ഈ അടുത്ത സമയത്തൊക്കെ കെനിയയിലുണ്ടായ ആക്സിഡൻറ്റ് സമയത്തായാലും അല്ലെങ്കിൽ ആൾക്കാരുടെ ഈ ബോഡി റിപ്പാട്രിയേഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് ഞങ്ങളുടെ സംഘടനയും ലോക കേരള സഭ അംഗങ്ങളെന്ന നിലയിലും വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രവർത്തനം നിലയിൽ ഞങ്ങൾ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർക്കാർ ഏത് രീതിയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത്? നിർദ്ദേശങ്ങൾ സർക്കാർ നല്ല പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഞങ്ങളുടെ പല നിർദ്ദേശങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോഴത്തെ ഈ സഭ. കഴിഞ്ഞ വർഷം പറഞ്ഞ കാര്യങ്ങളിലുള്ള നോർക്ക കെയർ, അത് തന്നെയാണ് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ആഫ്രിക്കയിലുള്ളവർക്ക് ഇൻഷുറൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോർക്ക കെയറിൻ്റെ ഒരു ഇൻഷുറൻസിൽ 13,411 രൂപയ്ക്ക് ഒരു വർഷത്തെ ഇൻഷുറൻസ് കവറേജ് കിട്ടുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ നമുക്ക് സർക്കാരിനോട് വളരെയധികം കടപ്പാടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഓൾറെഡി അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയി കഴിഞ്ഞു. കാരണം ഈ ഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രീ ഇൽനെസ്, അതായത് ചെക്കപ്പ് ഒന്നും ഇല്ലാതാണല്ലോ ഇതിൻ്റെ ഒരു ഇൻഷുറൻസിൻ്റെ കവറേജ് വരുന്നത്. ശരിക്കും കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ ഇൻഷുറൻസ് എടുക്കുകയും അവർക്ക് വിത്തിൻ 1 മന്ത് അതിൻ്റെ പ്രയോജനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഈ പറഞ്ഞ ആഫ്രിക്കയിലെ ആൾക്കാർ ഈ നോർക്ക കെയറിനെ വളരെ നല്ല രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ സ്വീകാര്യത ഇനിയും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അടുത്ത വർഷങ്ങളിൽ റിന്യൂവൽ വരുന്ന സമയത്തും ഒരുപാട് പേര് വീണ്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. കാരണം ഇടയ്ക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് പോയല്ലോ. ഒരു അഭ്യർത്ഥനയുള്ളത്, ഈ ലോക കേരള സഭ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും സഹകരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങളും കേരളീയരാണ്. ഞങ്ങളുടെ ജീവിതഭാരം കൊണ്ട് വെളിയിൽ പോയി ജോലി ചെയ്യുന്നവർ. അപ്പം ഞങ്ങളെ കരുതുക എന്നുള്ളത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഒരു ഉദ്ദേശമായിരിക്കണം. അപ്പം അതിനെതിര് നിൽക്കാതെ, അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാതിരിക്കാതെ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞാൻ പറയാം. അപ്പം സർക്കാരിന്റെ ഈ ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, അതിനോട് നിങ്ങൾ എന്താണ് പറയാനുള്ളത്? അല്ല, ഇന്നലത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ, ഇത് പ്രവാസികളുടെ പാർലമെന്റ് ആണെന്ന്. അതിനപ്പുറം എന്താണ് നമ്മൾ കേൾക്കാനുള്ളത്? ഒരു പ്രവാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അപ്പോൾ അതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. ആ വാക്യത്തിന് എല്ലാം ഉണ്ട്.
അതിനെ കണക്ട് ചെയ്ത് പറയാനാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായിട്ട് അവർ പ്രവാസി ദിവസ് എന്നൊരു പരിപാടിയുണ്ട്. അതിനകത്ത് നമ്മൾ എല്ലാ ഇന്ത്യക്കാരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ കേരളത്തിലുള്ളവരെ പങ്കെടുപ്പിക്കാൻ കേരള ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടി, അത് എല്ലാ മലയാളികളെയും കൊണ്ടുവന്നത്. അതൊരു നമ്മുടെ ഇന്നലെ പറയുന്നതാണ്, നമ്മളൊക്കെ പുറത്ത് രാജ്യങ്ങളിലാണ്, ഞങ്ങൾക്ക് അതിൻ്റെ അംബാസഡർമാരാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്രൗഡുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ നല്ല രീതിയിലേ കാണാൻ പറ്റത്തുള്ളൂ. ലോക കേരള സഭയിൽ വന്ന് തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഞങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ ഞങ്ങൾക്ക് ഗെയിൻ ചെയ്ത അറിവുകളെന്നുള്ളത് വെയിറ്റ് ചെയ്യുന്നൊരു സമൂഹമുണ്ട്. അവർ ഇത് ഇവിടുന്ന് കിട്ടിയ എല്ലാ വിവരങ്ങളും അവരെ അറിയിക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകണം, ഇതിലും നല്ലതായിട്ട് മുന്നോട്ട് പോകണം, സഹകരിക്കണം. ഞങ്ങൾ പ്രവാസികളെ മാറ്റി നിർത്താതെ ഇതുപോലെ കൂട്ടിച്ചേർക്കണമെന്നാണ് ഒരു അഭ്യർത്ഥന. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണം. കാരണം പ്രവാസികൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാഗമല്ലേ. അതിപ്പം ഒരു സർക്കാരിൻ്റെ മാത്രമാണോ? അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതോട് സഹകരിക്കണം. കാരണം ഇതൊരു വലിയ ഒരു മാറ്റത്തിന് തുടക്കമല്ലേ. കേരളം മാതൃകയാവുകയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ആ ഒരു നിസ്സഹകരണം ശരിയല്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായമുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇടപെടും. ഒരു വെള്ളപ്പൊക്കം വന്നു, നമ്മുടെ വയനാട് ദുരന്തം വന്നു, അന്നൊന്നും രാഷ്ട്രീയമില്ല. അതുപോലെ തന്നെ പ്രവാസികളെന്ന് പറയുന്നത് ആണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ പ്രവാസികളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുപോലെ കണ്ട് ഒരുപോലെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം.